ഇപ്പൊ ജോജോയുടെ വീഡിയോയുടെ താഴെ കണ്ടൊരു കമന്റ് ആണ്, ഇവനെന്നും ലവ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നൊരു മെസ്സേജ് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെന്തായിരിക്കും റിപ്ലൈ കൊടുക്കാൻ? ഞാൻ മെയിനായിട്ടും സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കണ്ടന്റ് ചെയ്യുന്നത്, അത് മെയിൻ കാര്യം. എന്റെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് എനിക്കൊന്ന് എത്തിക്കുക, ആ ഒരു സംഭവമുള്ളൂ. അപ്പം ഞാനിപ്പോൾ മെസ്സേജ് കൊടുക്കണമെന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്കൊരു നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കൊച്ചിന് വരുന്നൊരു അബ്യൂസ് നമ്മളതൊരിക്കലും റിയൽ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്, അതൊരു സിനിമാറ്റിക് രീതി എന്ന് വെച്ചാൽ ഡ്രാമാറ്റിക്. അത് വെച്ചാൽ റിയൽ ലൈഫ് അങ്ങനത്തെ സംഭവമല്ല, ഡ്രാമാറ്റിക് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കൊച്ചിന്റെ റേപ്പ് കേസ് കാണുന്നത് നമ്മൾ എന്ത് വിചാരിക്കും, നോർമലുള്ള ഒരു മനുഷ്യന്മാർ എന്ത് വിചാരിക്കും, കൊല്ലാനാണ് ഇവനൊക്കെ നിയമം ആ ഒരു സാധനത്തിന് കൊടുക്കാതെ നമുക്ക് തീർക്കാം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമുക്ക് വരും. ആ ഇമോഷൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഞാൻ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും റിയലിസ്റ്റിക് അല്ല അത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൊല്ലുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ്, അപ്പൊ അങ്ങനത്തെയും ചെയ്യുന്നുണ്ട്. അത് മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്ത്. പക്ഷെ ബാക്കി കൂടുതൽ ഞാൻ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണോ ആ ഒരു സാധനം, റൊമാൻറ്റിക് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇമോഷണൽ ആണെങ്കിൽ അങ്ങനെ. എനിക്ക് അഭിനയിക്കാൻ ഇപ്പം മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന എനിക്കിത് എടുത്ത് പഠിക്കണം. അതൊന്ന് ഞാൻ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും ഒന്നിനെക്കാട്ട് ബെറ്ററായിട്ട് അടുത്തെടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അങ്ങനെ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും അതാണ്, എക്സ്പീരിയൻസ് ആണ് മെയിൻ. പിന്നെ ആക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യാം, അങ്ങനെ ആക്ട് ചെയ്യാം, ആ ഒരു സംഭവം നോക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റൊമാൻറ്റിക് കണ്ടന്റ് കൂടുതൽ എൻ്റെ അക്കൗണ്ടിൽ അതാണ്. അപ്പൊ എൻ്റെ അക്കൗണ്ടിലുള്ള ആൾക്കാർ അത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അതല്ലാത്ത ഓഡിയൻസിന് ഫോളോ ചെയ്യുന്നവർ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഓഡിയൻസിന് ഇപ്പം 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്.